ഞാനേജി അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ മൊക്കാരുടെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്കൊരു ടവർ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡെൻഡ്രോബിയം ഓർക്കിഡ് പോലെ തന്നെ നമുക്ക് കെയറിങ്ങും മെയിൻ്റെനൻസും ഈസി വേ ആയിട്ടുള്ള ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു മൊക്കാറ. അപ്പോൾ ഇതുപോലുള്ളൊരു മദർ പ്ലാന്റ് ആണ് നമ്മളിന്ന് കട്ട് ചെയ്ത് നമ്മൾ ടവർ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഓരോ 3 റൂട്ട് താഴ്ചയിൽ വെച്ചിട്ട് നമുക്ക് ഓരോ കട്ടിങ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മദർ പ്ലാന്റ് ആണ്. ഈ ഒരു മൊക്കാറ ഓർക്കിഡ് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ നീണ്ടു പോവുകയോ ചെയ്യുക, പക്ഷേ നമുക്ക് കിക്കീസായിട്ട് നമുക്കിത് കിട്ടൂല. ഇതേപോലെയുള്ള കട്ടിങ്സ് നമുക്കിതിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിന്ന് ടവർ സെറ്റ് ചെയ്യുന്നത് ഇതേപോലുള്ള ഒരു കമ്പി നെറ്റ് പോലുള്ള ഒരു ഇതെടുത്തിട്ടാണ്. അതൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഫസ്റ്റായിട്ട് നമുക്ക് ഇതേപോലുള്ള ഒരു പോട്ടിൽ അതൊന്ന് ഉറപ്പിച്ചൊരു സ്റ്റാൻഡാക്കി എടുക്കണം. അതിന് ഞാൻ കുറച്ച് എംസാനൊക്കെ വെച്ചിട്ട് ആ ഒരു പോട്ടിൽ ഇതേപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിലും അതൊരു ടവർ പോലെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതിനായിട്ട് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള ചാർക്കോളാണ്. ചാർക്കോളും കൊക്കോ ഫൈബറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ കൊക്കോ ഫൈബർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നമുക്ക് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചകിരി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചോറ് കളഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കൊക്കോ ഫൈബർ. ഒരുപാട് ആളുകൾ അറിയാത്തവരുണ്ട്, അവർ എപ്പോഴും നമ്മളോട് എൻക്വയറിയിൽ ചോദിക്കുന്നതാണ് കൊക്കോ ഫൈബർ എന്താണെന്നുള്ളതും അതേപോലെ ചാർക്കോൾ എന്താണെന്നുള്ളതും. ചാർക്കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വിറകിൻ്റെ ഒക്കെ കത്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഇതേപോലുള്ള കരികളായി കിട്ടും. ആ കരികളാണ് ചാർക്കോൾ. ഈ ചാർക്കോളാണ് നമുക്ക് ഓർക്കിഡിന് ഫംഗസും കീടബാധക്കൊന്നും വരാതിരിക്കാനും കുറച്ച് ലൈഫായിട്ട് നിൽക്കാനുള്ള ഒരു പോട്ടിംഗ് മീഡിയ കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു കൊക്കോ ഫൈബറും നമുക്ക് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ചകിരിയുടെ ഇത് നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചകിരി നമുക്കൊരു 6 മാസമാണ് അതിൻ്റെ ഒരു ലൈഫ് ഉള്ളത്. അത് നമുക്ക് ആ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ ചകിരി പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് വന്നിട്ടുള്ള റൂട്ടിലൊക്കെ ഡെഡായി പോകും കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഈ ഒരു ഫൈബർ നല്ലതാണ്. ഇത് ഒത്തിരി നാളെ ലാസ്റ്റ് ചെയ്യും. നമുക്ക് വീട്ടിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചകിരിയുടെ ഒരു ചോറ് കളഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ചകിരി കേട്ടോ. ഈ ഒരു നാരാണ് ചകിരി. അത് ഇതേപോലെയുള്ള പിച്ചി കിട്ടും. ഇത് നമുക്ക് വാങ്ങിച്ചിട്ടുള്ളതാട്ടോ ഈ ഒരു കൊക്കോ ഫൈബർ. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് ആളിങ്ങനെ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് റെഗുലറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ഓരോ പുതിയ പ്ലാന്റ് കിട്ടിയതിൻ്റെ ഫീഡ്ബാക്കും തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എപ്പോഴും ഇതുപോലെ നമ്മുടെ ഈ ഒരു മൊക്കാറുടെ കട്ടിങ്സൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കട്ടിങ് സിസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓരോ 3 റൂട്ടിഡ് വെച്ചിട്ടാണ് ഓരോ കട്ടിങ്സിൻ്റെയും താഴ്ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ഉറപ്പാണ്, നമുക്ക് കുറച്ചറിയാലോ, ഇതൊരു മരം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളതിന് കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മുടെ പ്ലാന്റിൻ്റെ അടിഭാഗത്തും നമ്മുടെ ഈ ഒരു കട്ട് ചെയ്തെടുത്തതിൻ്റെ അടിഭാഗത്തും നമ്മൾ ഇതേപോലെ സാഫും ഒരു ബഡൊക്കെ വെച്ചിട്ട് ചെറിയൊരു പേസ്റ്റ് പോലെ രൂപേണ ആക്കിയിട്ടാണ് നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് ചെടി ചീറ്റാവാതിരിക്കാനും അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ചെടി ചീഞ്ഞ് പോവാതിരിക്കാനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ താഴ്ചയിൽ വെച്ചിട്ട് ഒരു 3 റൂട്ടും കൂടി താഴ്ചയിൽ വെച്ചിട്ട് നമ്മളൊരു കട്ടിങ്സും കൂടി അതിൽ കട്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു മദർ പ്ലാന്റ് അടക്കം 4 പ്ലാന്റ് നമുക്കതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു 3 കട്ടിങ്സും ആണ് അതിലും നമ്മൾ ഇതേപോലെ ഒരു ബഡ് വെച്ചിട്ട് നമ്മളത് സാഫ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെടി ചീത്തയാവാതിരിക്കാനാണ് ഇത്. അപ്പോൾ എപ്പോഴും ഇതേപോലെയുള്ള നമ്മൾ ഓർക്കിഡ് ചെടി കട്ട് ചെയ്തെടുക്കുമ്പോൾ സാഫ് ഇതേപോലെ പേസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെടുത്ത് ഉണ്ടായിട്ടുള്ള 2-3 മൊക്കാറുടെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ ടോപ്പ് കട്ടിങ്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ പാടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടവർ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ പല കളേഴ്സാണ്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഒരു വൈറ്റിൽ ഒരു ഡോട്ട് ഉള്ളതുണ്ട് കേട്ടോ. ഇതൊക്കെ പാടെ അങ്ങനെ ഒരു പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ടവറിൽ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പോട്ടിങ്ങോ കെയറിങ്ങോ അത്രയൊന്നും ഇതില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ ടവറൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 6 കട്ടിങ്സാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു ടവറിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കും. ജസ്റ്റ് ഒരു ടൈ വെച്ചിട്ടാണ് നമ്മളിതിൽ കുടുക്കി കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലാന്റിൽ ഓൾറെഡി ഇതേപോലെ ബഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ആ ഒരു ടവറിൽ നമ്മൾ ജസ്റ്റ് ടൈ വെച്ചിട്ട് 2 ടൈ വെച്ചിട്ടാണ് ഒരു പ്ലാന്റ് നമ്മൾ കുടുക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ആയിട്ട് നമ്മൾ വേറൊരു കട്ടിങ്സും കൊടുത്തു. അങ്ങനെ ഒരു ടവറിൽ 5 പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ആ ഒരു കമ്പിയുടെ ഉള്ളിൽ കൂടെ ആ ടൈ ഒന്ന് കയറ്റി ആ ടൈ ഒന്നും കൂടെ ടൈറ്റ് ആക്കിയാൽ മതി. ഈ ടൈ വാങ്ങിക്കണത് എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമർ അത് ചോദിക്കലുണ്ട്. ഈ ടൈ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഈ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈയാണ്. അവർ പൈപ്പും ഇതൊക്കെ നമ്മൾ ഇതാക്കി നമുക്ക് ഇപ്പോൾ ഇത് നല്ലൊരു ഉപകാരം കേട്ടോ. ഇതുപോലുള്ള ടവറൊക്കെ സെറ്റ് ചെയ്തെടുക്കാനും നമ്മുടെ ഓർക്കിഡിൽ എപ്പോഴും ഒരു 3 ഭാഗം ഒരു ടൈറ്റ് വേണം. എപ്പോഴും ചെടി ഒരു ടൈറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് വേര് പിടുത്തം കിട്ടുള്ളൂ, ചെടി പെട്ടെന്ന് റൂട്ടഡ് ആവുള്ളൂ. അപ്പോൾ അതിന് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ടൈ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മൊക്കാറ ആണെങ്കിലും നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഒക്കെ വലിയ വലിയ കട്ടിങ്സുകളൊക്കെ ഞാൻ ഇതേപോലെ എന്തിനെങ്കിലും ഒന്നിപ്പോൾ ടൈറ്റ് ആക്കി കൊടുക്കും. അപ്പോഴേ നമുക്ക് ചെടി ഒരു ടൈറ്റ് ഫീൽ ചെയ്യുള്ളൂ, പെട്ടെന്ന് വേര് പിടുത്തം കിട്ടുള്ളൂ. ഇതുപോലെ കുറച്ചുള്ള മൊക്കാറയുടെ കോംബോ പ്ലാന്റ് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് സെയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സും കൂടി എടുത്തിട്ടാണ് ഞാൻ ഈ ടവർ ബാക്കി ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ ഒരേ ടൈമിൽ 2 ടവറാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് കുറച്ച് അധികം പ്ലാന്റ് നമുക്ക് വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഒരു ടവറിൽ തന്നെ ഒരു 6 പ്ലാന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ടവറും നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ നമുക്കിപ്പോൾ ഇതേപോലെ ഒരു 12 പ്ലാന്റ് തന്നെ നമ്മൾ ഒരു ടവറിൽ 2 ടവറിലും കൂടി നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഓർക്കിഡ് ചെടി മുറ്റം കുറഞ്ഞ ആളുകൾക്കും അതേപോലെ തന്നെ ഒത്തിരി കുറഞ്ഞ ഏരിയയിലും നമുക്ക് ഒരുപാട് ചെടികളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലുള്ള ടവറിലാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. ഓർക്കിഡ് ആണെങ്കിലും ഓർക്കിഡ് വെറൈറ്റിയിൽ നമുക്ക് ഡെൻഡ്രോബിയം അതുപോലെ മൊക്കാറ ഇതേപോലെ നമുക്ക് ടവർ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടവറിലൊക്കെ ഇനി പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കാണിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ വെള്ളം നനച്ചു കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ അതിൽ ഫെർട്ടിലൈസർ കൊടുക്കുക. നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് എങ്ങനെയാണോ ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കെയറിങ്ങും മെയിൻ്റെനൻസും. ഈ ഒരു ഓർക്കിഡ് പിന്നെ ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ തന്നെ മുറ്റത്ത് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടവറിൽ നമ്മുടെ ഓർക്കിഡ് അത് കഴിഞ്ഞു. അതിലുള്ള റൂട്ടുകളൊക്കെ ഞാൻ ജസ്റ്റ് ആ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗം ഒന്നും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ.